വലിയ ഇൻട്രൊഡക്ഷനുകളുടെ ഒന്നും ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സിമ്പിൾ ആണ് കാര്യം. ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോ മത്സരം എല്ലാവരും കണ്ടു കാണും. ഇപ്പൊ നമ്മള് ഇന്നിപ്പോ രാവിലെ ഒന്ന് എണീറ്റതേ ഉള്ളൂ. കാരണം ഇന്നലെ കളി കാണാൻ കൊച്ചിയിൽ പോയി, സ്റ്റേഡിയത്തിൽ ചെന്നു, ചാൻറ്റ് ചെയ്തു. രാത്രി ഒരു 2-2:30-3 മണി വെളുപ്പിനെ ആയപ്പോഴത്തേക്ക് ഇത് തിരിച്ച് വീട്ടിലെത്തി. എന്തായാലും വലിയ വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. പഴയ ഒരു ആവേശം, അതിന്റെ കാര്യത്തിൽ ചെറിയ ഡൗട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ടീമിനോടുള്ള ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ ആ ബാഡ്ജിനോടുള്ള സ്നേഹക്കുറവോ ഇഷ്ടമില്ലാതെ ആകുന്നു എന്നുള്ള പരിപാടി ഒന്നും അല്ല. മാനേജ്മെന്റിനോടുള്ള എതിർപ്പ് തന്നെയാണ്. ഇപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോ നല്ലൊരു മാനേജ്മെന്റ് എന്തെങ്കിലും വരും, അന്ന് ടീം ഓക്കെ ആകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്തായാലും ടീമിനെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോ പിന്നെ നമുക്ക് തോൽവിയിലൊക്കെ വലിയ വിഷമമില്ല എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ ഓൾറെഡി മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. 19 കോടിക്ക് മേളിൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു ടീം 17-18 കോടിയിലേക്ക് ചുരുങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന കാര്യങ്ങളെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം അത്രയും ചെറിയൊരു ടീമിന്റെ അടുത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന പെർഫോമൻസുകൾ മാത്രമേ അവിടുന്ന് വരുന്നുള്ളൂ. അതിനെ അങ്ങനെ കണ്ടാൽ മതി, അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പം കമ്പാരിറ്റീവ്ലി ബഗാനുമായുള്ള മത്സരം വെച്ച് നോക്കുമ്പോൾ മുംബൈ ആയിട്ടുള്ള മത്സരത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മാർലിൻ റോസിന്റെ കാര്യം പറഞ്ഞിരുന്നു, നമ്പർ 10. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു നമ്പർ 10 പ്ലെയറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട കോൺട്രിബ്യൂഷൻസ് ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ അങ്ങനെ അല്ലായിരുന്നു. അത്യാവശ്യം കോൺട്രിബ്യൂഷൻസ് ആളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആള് എല്ലാ ഇടങ്ങളിലും പോയി പന്ത് മേടിച്ച് പന്ത് കൊടുത്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു നമ്പർ 10 റോള് പുള്ളി ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കളിയെ പറ്റി ഡേവിഡ് കാറ്റ്ലൈനെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം പുള്ളി ഒരു ബിരിയാണി വെക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ബിരിയാണി വെക്കാനായിട്ട് പുള്ളി എന്ന് മാത്രമല്ല ഏതൊരു മാനേജറും, അതായത് ഏതൊരു ഫുട്ബോൾ ടീമിലെ ഏതൊരു മാനേജറും ചെയ്യുന്നത്, ഒരു ബിരിയാണി പുള്ളി വെക്കുകയാണെങ്കിൽ ഈ ബിരിയാണിയുടെ സാധനങ്ങളുണ്ടല്ലോ അത് കൊണ്ടുതരുന്നത് ഈ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിനോട് പറയും എനിക്ക് ഇന്ന റൈസ് വേണം, ഇന്ന മസാല വേണം, ഇന്ന മീറ്റ് വേണം. ഇതൊക്കെ പറയുമ്പോൾ ആ സാധനങ്ങൾ പുള്ളിക്ക് കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ പുള്ളി ഉദ്ദേശിച്ച പുള്ളിയുടെ റെസിപ്പിയിൽ പുള്ളിയുടെ ആ ഒരു ക്ലാസിക് ബിരിയാണി അവിടെ വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മാനേജ്മെന്റ് അതെ ഇതേ കിട്ടിയുള്ളൂ കേട്ടോ, അപ്പൊ ഇത് വെച്ചങ്ങോട്ട് വെക്ക്, ഇതേ കിട്ടിയുള്ളൂ, ഈ എണ്ണ കിട്ടിയുള്ളൂ, ഈ നെയ്യേ കിട്ടിയുള്ളൂ, ഈ മീറ്റേ കിട്ടിയുള്ളൂ, ഈ റൈസേ കിട്ടിയുള്ളൂ, ഈ മസാലയെ കിട്ടിയുള്ളൂ, അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പറ്റുന്ന പോലെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്തായാലും അങ്ങ് വെക്ക് എന്ന് പറയുമ്പോ പുള്ളി ആ ഉള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെങ്കിലും ഒരു ബെറ്റർ ബിരിയാണി വെക്കാനാണ് നോക്കുന്നത്. അപ്പോ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ അടിപൊളിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിനെ നമുക്ക് 1% പോലും കുറ്റം പറയാനില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഇപ്പോഴത്തെയും അഭിപ്രായം. പിന്നെ യോക്കിന് കഴിഞ്ഞ മത്സരത്തിലെ പോലെ പെർഫോം ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിക്ടറിന്റെ കേസ്, വിക്ടർ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ ആദ്യം അടിച്ചിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് വിക്ടർ വലിയ കാര്യങ്ങളൊന്നും നടത്തിയില്ല എന്നുള്ളതാണ്. എന്തിനാണ് നമ്മളല്ലേ അവരെയൊക്കെ പറ്റി പറയുന്നത്? അവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യട്ടെ എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത് ആരെയും പറ്റി പറയാനില്ല. പിന്നെ പറയാനുള്ളത് മഞ്ഞപ്പടയെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്നലെ സ്റ്റേഡിയത്തിലെത്തിയ ആരാധകരെ പറ്റിയിട്ടാണ്. കാരണം ഇത്രയും ഒരു എന്താ പറയാ, ഇത്രയും ഒരു ശാപം പിടിച്ച സിറ്റുവേഷനിലും അത്രയധികം ആളുകൾ അവിടെ എത്തി എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായ കാര്യമാണ്. നമുക്കറിയാം സാധാരണ നമ്മുടെ ഒരു ഹോം മത്സരം, ഫസ്റ്റ് ഹോം മത്സരം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്റ്റേഡിയത്തിൽ സൂചി കുത്താൻ ഇടയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാറുള്ളത്. കാരണം നമ്മൾ ടിക്കറ്റ് ലൈവിൽ വന്നതിന് ശേഷം ടപ്പേന്നാണ് ഓരോ സ്റ്റാൻഡ് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്ററുകൾ വരെ വരുന്നത്. പക്ഷെ കഴിഞ്ഞ മത്സരത്തിന് ഒരു പോസ്റ്റർ പോലും ഇന്ന ഗാലറി സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചതോ ശോകമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ മഞ്ഞപ്പട സ്റ്റാൻഡ് ഫില്ലായിരുന്നു, ഈസ്റ്റ് ഗാലറി ഫില്ലായിരുന്നു, പിന്നെ മറ്റു ഗാലറിയിലെല്ലാം അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോ എന്തായാലും അത്രയും ആളുകൾ എത്തിയത്, ആളുകൾക്ക് ടീമിനോടുള്ള പാഷൻ, അവരുടെ ടീമിന് വേണ്ടി ചാൻറ്റ് ചെയ്യാൻ, അവരുടെ ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അവിടെ അത്ര ആളുകൾ എത്തിയത് തന്നെ, പിന്നെ നോമ്പ് സമയമാണ്, എന്നിട്ട് കൂടി അത്ര ആളുകൾ അവിടെ എത്തിയതിൽ ശരിക്കും ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഫാൻസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്ര ആളുകൾ അവിടെ എത്തി എന്നുള്ളതാണ്, അതാണ് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം. പിന്നെ പറയാനുള്ളത് ഡയസിനെ പറ്റിയിട്ടാണ്. ഡയസ് പലതവണ കൊച്ചിയിൽ വന്ന് നമുക്കിട്ട് പണിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഒരു സമയത്ത് നമ്മൾ ഏറെക്കുറെ സ്നേഹിക്കുകയും എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും ദേഷ്യമുള്ളതുമായിട്ടുള്ള ഒരു ISL പ്ലെയർ ആണ് പെരേര ഡയസ് എന്നുള്ളത്. ഞാനെപ്പോഴും പക്ഷെ ഡയസിനെ കാണുന്നത് ബ്ലാസ്റ്റേഴ്സ് എന്തിനാ മുതലിനെ വിട്ടു എന്നുള്ളൊരു രീതിയിലാണ്. അന്ന് ആ ഒരു ഫൈനലിൽ കളിച്ച ആ ഒരു ടീമിനെ തന്നെ നമ്മൾ പൊട്ടിച്ചു കളയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഡയസിനെയും അൽവാരോനെയും ഒക്കെ നിലനിർത്തണമായിരുന്നു. എസ്പെഷ്യലി ഡയസിനെ നിലനിർത്തണമായിരുന്നു. ഡയസ് നമ്മൾ കണ്ടില്ല, ഏത് ടീമിൽ പോയാലും മികച്ച പെർഫോമൻസ് ആണ് ആള് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ സീസണുകളിലും
അപ്പോൾ ഇന്നലെ തന്നെ നല്ല പെർഫോമൻസ് ആണ് ഡയസ് കാഴ്ചവെച്ചത്. പക്ഷെ ഡയസിന് ഇന്നലെ ഒരു പെനാൽറ്റി പിഴച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അത് മഞ്ഞപ്പട ശരിക്കും ആഘോഷിച്ചു എന്നുള്ളതാണ്. അതാണ് കാരണം ഡയസിനെ നമുക്ക് ഇതുവരെ നമ്മുടെ കൈ കിട്ടിയിട്ടില്ല. കാരണം ഡയസ് ഇവിടെ വന്ന് ആള് കളിച്ചിട്ട് പോയതല്ലാതെ നമുക്കൊന്ന് ചൊറിയാൻ ഇതുവരെ കിട്ടിയില്ലായിരുന്നല്ലോ. പക്ഷെ ഇന്നലെ കിട്ടി. ഇന്നലെ ഡയസിന്റെ കാലേ ബോൾ വരുമ്പോഴും ഡയസ് അനങ്ങുമ്പോഴും ഒക്കെ ഇവിടെ സീനായിരുന്നു. അപ്പോ ഡയസിനെ മാക്സിമം ഇന്നലെ നമ്മൾ ഹരാസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡയസിന് അവസാനം ആദ്യം തന്നെ ഒരു പെനാൽറ്റി കിട്ടുന്നു. ആ പെനാൽറ്റി ഒന്നാമത്തെ കേസ് ഗോൾ കീപ്പർ ഹാഷിന്റെ അടുത്ത് വന്ന് കുറച്ച് മൈൻഡ് ഗെയിംസ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഗ്യാലറിയിൽ നിന്ന് ഡയസിനെ കുറെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു, കുറെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഡയസ് ആകെ ഒന്ന് എന്താ പറയാ മൈൻഡ് വിട്ടിരുന്നു. അതിന്റെ നമുക്കത് കാണാനും പറ്റി. അതിൽ ഡയസിന്റെ പെനാൽറ്റി സേവ് ആവുന്നു. പിന്നീട് അങ്ങോട്ട് ഡയസിനെ കൊല്ലുമായിരുന്നു. അപ്പൊ അത് ഒരു സന്തോഷമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഡയസിനെ ഒന്ന് കൈ കിട്ടിയതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഗോള് അത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ കയറിയ ഒരു ഗോൾ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കമ്പാരിറ്റീവ്ലി ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് കളിച്ചു. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റിലെ ഒരു 10 മിനിറ്റും അവസാനത്തെ 10 മിനിറ്റും അടിപൊളിയായിരുന്നു. പക്ഷെ ഈ രണ്ട് സമയത്ത് കളിച്ച കളി ഇവര് സെൻട്രൽ പോർഷനുകളിൽ കളിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എനിക്കൊന്നും ഫസ്റ്റ് ഹാഫ് വരെ ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ വൻ ലാഗ്. ഡാനിഷ് ഒക്കെ ആണെങ്കിൽ ബോക്സിന്റെ ഉള്ളിലുള്ള ബോൾ പോലും വലിച്ച് പുറകിൽ കീപ്പറിന്റെ അടുത്ത് എത്തിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം കൗണ്ടറുകൾ പോകുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രശ്നം കൗണ്ടറുകൾ ഇല്ല, പോകുന്നില്ല എന്നല്ല, കൗണ്ടറുകൾ ഇല്ല. അല്ലെങ്കിൽ യോക്കിന്റെ ഭാഗത്ത് ചെല്ലുമ്പോൾ 1-2 സാധനങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ ഇന്നലെ യോക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല. യോക്ക് ബഗാനുമായിട്ടുള്ള കളിയിൽ പോയ അത്രയും കൗണ്ടറുകളൊന്നും ഈ മുംബൈ സിറ്റി ആയിട്ടുള്ള മത്സരത്തിൽ പോയില്ല എന്നുള്ളതാണ്. യോക്കിനെ 3 പേര് വന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും കാണാം 3 പേര് യോക്കിനെ ബ്ലോക്ക് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അവരത് വെൽ പ്ലാൻഡ് ആയിരുന്നു. അത് വേറൊരു കാര്യം. അപ്പൊ കൗണ്ടറുകൾ പോകുന്നില്ല. ഡാനിഷ് ഭയങ്കരമായിട്ട് കളി സ്ലോ ആക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നി. പല സ്ഥലങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തു. പുറകോട്ട് കളിക്കുന്നു. മാക്സിമം പുറകോട്ട് തന്നെ കളി പോവാ. ഇങ്ങനെ നമ്മള് തോച്ചു നിൽക്കുന്ന സമയമാണ്, ഇനി 3-4 മിനിറ്റേ ഉള്ളൂ, എങ്കിൽ പോലും കളി പുറകോട്ട്. പിന്നെ പലപ്പോഴും യോക്ക് ബോളായിട്ടൊക്കെ കൗണ്ടർ ചെയ്ത് ആ വിങ്ങിലൂടെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ ആരില്ല. പലപ്പോഴും വിക്ടർ അവിടെ നിന്നിട്ട് നിഹാലിനെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. കേറി വാ ബോള് വന്ന് ഇന്റർസെപ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നിഹാലിനെ വിളിക്കുന്നുണ്ട്. നിഹാൽ അത് മൈൻഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഏറ്റവും പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ കോറോ ആണ് കേട്ടോ. കോറോയ്ക്ക് പന്ത് വെക്കാനും കോറോയെ കളിപ്പിക്കാനും ആളില്ല. സോ അത് ലൂണയുടെ അഭാവം തന്നെയാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. കോറോയ്ക്ക് ഒന്നും നടക്കുന്നില്ല. അത് മറ്റൊരു കാര്യം. അപ്പൊ ഈ പെരേര ഡയസ് എന്ന് പറയുന്ന പ്ലെയറിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇയാള് എപ്പോഴും പോയി അവരുടെ ഡിഫൻസിനെയും ഗോൾ കീപ്പറെയൊക്കെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ കാലിൽ ബോൾ ഇരിക്കുന്ന നേരെ ഓടിച്ചില്ല, ബോൾ എടുക്കുകയോ ഇന്റർസെപ്റ്റ് ചെയ്യുകയൊന്നും അല്ല, ബോൾ എടുക്കാൻ പോലും അല്ല പുള്ളി പോകുന്നത്. അവരെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ്. അപ്പൊ അവർക്ക് മര്യാദയ്ക്ക് മറ്റൊരാൾക്ക് പാസ് കൊടുക്കാൻ പറ്റരുത്, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും മറിക്കണം എന്നുള്ള ഒരു സെറ്റപ്പ് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു. പക്ഷെ ആ ഒരു പരിപാടി നമ്മുടെ ടീമിൽ ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വിക്ടർ പോകുന്നുണ്ട്, പക്ഷെ വിക്ടറിനെ സപ്പോർട്ട് ചെയ്ത് ആരും ചെല്ലുന്നില്ല. നിഹാലൊക്കെ ഉറങ്ങുകയാണെന്നാണ് തോന്നുന്നത്. നിഹാലിന്റെ കേസ്, നിഹാലിന്റെ ആ ഒരു പവർഫുൾ, ആ ഒരു എനർജറ്റിക് ഗെയിമൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ കോറോയുടെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അങ്ങനെ ഒരു കേസുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വിപിൻ വന്നപ്പോഴത്തേക്കും വിപിൻ വന്നു കഴിഞ്ഞിട്ടും വിപിന്റെ അടുത്തൊന്നും വേണ്ട സാധനങ്ങളൊന്നും എത്തിയില്ല. പിന്നീട് അജ്സൽ വന്നിരുന്നു. അജ്സലിന്റെ ഒരു ഹെഡർ ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന് ഈ കുറ്റമൊക്കെ പറയും. ലാസ്റ്റ് മിനിറ്റിൽ അജ്സലിന്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു, അതേപോലെ വിക്ടറിന്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു. ഈ 2 സാധനവും ജസ്റ്റ് മിസ്സിലാണ് പോസ്റ്റിന്റെ സൈഡിൽ കൂടെ പോകുന്നത്. സോ ഈ 2 സാധനം ഗോൾ ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഇരുന്ന് പറയുന്ന റിവ്യൂ പോലും ഭയങ്കര നേരെ ഓപ്പോസിറ്റ് ആയ തകർത്തു, പൊളിച്ചടുക്കി, ഡൈസിന്റെ പെനാൽറ്റി സേവ് ചെയ്തു, അവരടിച്ചു, തിരിച്ച് 2 അടിച്ചു എന്നൊക്കെ ഇരുന്ന് പറഞ്ഞേനെ എല്ലാവരും കൂടെ. അത് വേറെ കാര്യം. സോ 18 അല്ലെങ്കിൽ 17 കോടി രൂപയുടെ ഒരു ടീം കളിക്കേണ്ട രീതിക്കൊക്കെ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡേവിഡ് കാറ്റ്ലൈനെ നമുക്കൊന്നും പറയാനില്ല. ആളെ കൊണ്ട് പറ്റുന്ന ഒരു ബിരിയാണി പുള്ളി വെക്കട്ടെ, എന്തായാലും റെലഗേറ്റ് ആവാതെ ഇരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ സ്റ്റേഡിയത്തിൽ വന്ന് ടീമിന്റെ കളി കാണുക, മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.